ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. 1000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയും ഫീച്ചേഴ്സും തരുന്ന ഒരു പവർ ബാങ്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് റിയൽമി ഏറ്റവും പുതുതായി ലോഞ്ച് ചെയ്ത റിയൽമിയുടെ പവർ ബാങ്ക് 2 എന്ന മോഡലാണ്. 1000 രൂപയ്ക്ക് താഴെ എംഐയുടെ പവർ ബാങ്ക് 2i ഉണ്ടെങ്കിൽ റിയൽമി പവർ ബാങ്ക് 2 ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്നും കൂടാതെ റിയൽമി പവർ ബാങ്ക് 1ൽ നിന്നും എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണ് പവർ ബാങ്ക് 2ലോട്ട് റിയൽമി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പൂർണ്ണമായും മഞ്ഞ നിറത്തിലുള്ള ബോക്സാണ് നമുക്ക് റിയൽമി പവർ ബാങ്ക് 2ൽ കിട്ടുന്നത്. മുകളിലായിട്ട് 10,000 mAh റിയൽമി പവർ ബാങ്ക് 2 എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ ബ്ലാക്ക് കളറിലുള്ള റിയൽമി പവർ ബാങ്ക് 2ൻ്റെ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ കഴിയുന്നു. ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 18 വാട്ടിൻ്റെ ക്വിക്ക് ചാർജാണ് നമുക്ക് ഈ പവർ ബാങ്കിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതേസമയം നമ്മൾ 2 ഡിവൈസ് ഒരുമിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് 15 വാട്ടായിട്ട് കുറയുകയും ചെയ്യും. ലോ കറണ്ട് മോഡ് എന്നൊരു ഫീച്ചർ കൂടി പവർ ബാങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്മാർട്ട് വാച്ച്, ഫിറ്റ്നസ് ബാൻഡ്, അതുപോലെ തന്നെ നമ്മളെ വയർലെസ് ഹെഡ്സെറ്റ് അങ്ങനെയുള്ള ലോ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ നമുക്ക് സേഫായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പവർ ബാങ്കിന്റെ മറ്റൊരു പ്രത്യേകത. നമ്മൾ പവർ ബാങ്കിന്റെ മുകളിലുള്ള പവർ 2 വട്ടം ടാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളെ ലോ കറണ്ട് മോഡ് ആക്ടിവേറ്റ് ആവും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ എന്തുകൊണ്ടാണ് എംഐയുടെ പവർ ബാങ്ക് 2i ചൂസ് ചെയ്യാതെ റിയൽമി പവർ ബാങ്ക് ഞാൻ ചൂസ് ചെയ്യുന്നുള്ള കാരണമാണ് അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് 2-way ക്വിക്ക് ചാർജ് ആണ്. നമ്മൾ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യുന്ന Type-C പോർട്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ പവർ ബാങ്ക് പെട്ടെന്ന് ചാർജ് കയറും. എംഐ പവർ ബാങ്ക് 18 വാട്ട് ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പവർ ബാങ്ക് ചാർജ് ആവുന്നത് വളരെ സമയമെടുത്താണ് ചാർജ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് 2-way ക്വിക്ക് ചാർജ്. എംഐയുടെ പവർ ബാങ്ക് 2i റിയൽമിയേക്കാളും 100 രൂപ കുറവാണെങ്കിലും സൈസും വെയിറ്റും കൂടുതലാണ്. 277 ഗ്രാമാണ് എംഐ പവർ ബാങ്കിന്റെ വെയിറ്റ് എങ്കിൽ റിയൽമി വെറും 216 ഗ്രാമാണ്. അത് മാത്രമല്ല 13 ലെയർ സർക്യൂട്ട് പ്രൊട്ടക്ഷൻ കൂടി ഇതിന്റെ മറ്റൊരു ഫീച്ചറാണ്. ഇനി നമുക്ക് ബോക്സ് ഒന്ന് തുറന്നകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പവർ ബാങ്ക് ആണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. പവർ ബാങ്ക് 1ഉം 2ഉം കൂടെ നമുക്ക് അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയുന്നില്ല. 2 പവർ ബാങ്കും കയ്യിലെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബിൽഡ് ക്വാളിറ്റിയിലെ വ്യത്യാസം മനസ്സിലാവും. രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. പവർ ബാങ്ക് 1ൽ സ്മൂത്ത് ഫിനിഷും പവർ ബാങ്ക് 2ൽ ക്രോസ് ലൈനുകളും കൂടിയുള്ള ടെക്സ്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഈ പുതിയ ഡിസൈൻ ചേഞ്ച് കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ഗ്രിപ്പ് നമുക്ക് തരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ റിയൽമിയുടെ ലോഗോ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുകളിലോട്ട് പോകുമ്പോൾ ആസ് യൂഷ്വൽ Type-C പോർട്ടും USB പോർട്ടും കൂടാതെ നമുക്ക് ഓണും ഓഫും ആക്കാനുള്ള ബട്ടൺ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ബട്ടൺ തന്നെയാണ് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ലോ കറണ്ട് മോഡിലോട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നത്. റിയൽമി പവർ ബാങ്ക് 1ൽ നമുക്ക് കിട്ടുന്ന കേബിൾ Type-C കേബിൾ ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിൾ ആയിരുന്നു. അതും Type-Cയും മൈക്രോ USB നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന കേബിളാണ് നമുക്ക് പവർ ബാങ്ക് 2ൻ്റെ കൂടെ കിട്ടുന്നത്. അത് വളരെ നല്ലൊരു ചേഞ്ച് തന്നെയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് 2 കേബിൾ എടുക്കേണ്ട കാര്യമില്ല. ഒറ്റ കേബിളിൽ തന്നെ നമുക്ക് 2 യൂസും നടക്കും. അതുപോലെ എംഐയുടെ പവർ ബാങ്കിൽ നമുക്ക് കിട്ടുന്നത് വെറും മൈക്രോ USB ആണ്. അപ്പോൾ നമുക്ക് Type-C ഉള്ള ഫോണുകളൊക്കെ ചാർജ് ചെയ്യാനായിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്കൊരു ഫോൺ എടുത്ത് ചാർജ് ചെയ്ത് നോക്കാം. നിങ്ങളെ ഫോൺ മൈക്രോ USB ആണെങ്കിൽ Type-C കൺവെർട്ടർ റിമൂവ് ചെയ്തതിന് ശേഷം വേണം കണക്ട് ചെയ്യാനായിട്ട്. നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് കയറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി പവർ ബാങ്ക് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. LED ഇൻഡിക്കേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര ശതമാനം ചാർജ് കയറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ പവർ ബാങ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പവർ ബാങ്കിന്റെ ചാർജ് നമുക്കല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങളെ ഫോൺ Type-C ആയാലും മൈക്രോ USB ആയാലും 1000 രൂപയ്ക്ക് താഴെ ഒരു പവർ ബാങ്ക് നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷൻ തന്നെയാണത്. കൊടുക്കുന്ന വിലയ്ക്ക് എന്തായാലും വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.